ഇടുക്കിയിൽ കാൽ നൂറ്റാണ്ടായി തുറക്കാതെ കിടന്ന പീരുമേട് ടീ കമ്പനി തുറക്കുമെന്ന പ്രതീക്ഷയും അസ്തമിച്ചു. കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി ഫാക്ടറികൾ പൊളിച്ചു വിൽക്കുന്ന നടപടിയാണ് ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച 2 ഫാക്ടറികളാണ് പൊളിച്ചു മാറ്റുന്നത്. കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് നടപടി. തൊഴിലാളികളുടെ വിയർപ്പിൻ്റെയും കണ്ണീരിൻ്റെയും കഥകളും ഈ എസ്റ്റേറ്റിനും ഫാക്ടറികൾക്കും പറയാനുണ്ട്. പതിറ്റാണ്ടുകളോളം കമ്പനിക്കായി വിയർപ്പൊഴുക്കിയ തൊഴിലാളികൾ പ്രതിസന്ധി ഘട്ടത്തിലും അവർ കമ്പനിക്കൊപ്പം നിന്നു. പക്ഷേ കമ്പനി അവരെ വഞ്ചിച്ചു. കമ്പനി തുറന്ന് പഴയ നല്ല കാലം വരുമെന്ന പ്രതീക്ഷയിലായിരുന്ന തൊഴിലാളികളെ തേടി അപ്രതീക്ഷിതമായാണ് ആ വാർത്ത എത്തിയത്. ഒരു കാലത്ത് സ്വപ്നങ്ങളും പ്രതീക്ഷകളും നെയ്തെടുത്ത കമ്പനിയുടെ ഫാക്ടറികൾ പൊളിച്ചു മാറ്റുന്നുവെന്നത്. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാൻ ഫാക്ടറി പൊളിച്ചു വിൽക്കണമെന്നതായിരുന്നു തോട്ടമുടമയുടെ നിലപാട്. കോടതി ഉത്തരവിനെ തുടർന്നാണ് പൊളിക്കൽ നടപടികൾ ആരംഭിച്ചത്. മനസ്സില്ലാ മനസ്സോടെയെങ്കിലും തൊഴിലാളികൾ ആ യാഥാർത്ഥ്യത്തെ ഇന്ന് ഉൾക്കൊള്ളുകയാണ്. நீங்களே பொழிச்சு கொண்டு போக வேண்டியதான், எங்களுக்கு தரான்னு உள்ளதை தர வேண்டியதான். எங்களுக்கு தர பைசா கிடக்குண்டല്ലോ, அதுக்கு நீங்களும் பொழிச்சு கொண்டு போயிட்டு எங்களுக்கு என்னதான் ചെയ്യാൻ പോകുന്നത്? അത് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് തേലപ്പര കിടപ്പുണ്ടെന്ന് ഞങ്ങൾ പറയാമായിരുന്നല്ലോ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. ലൈവാണെങ്കിൽ കാണുവാണെങ്കിൽ മാട്ടിൻ്റെ കൂട് പോലെ ഒരു പട്ടിക്കൂട് പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. തോട്ടം പൂട്ടിയതോടെ തൊഴിലാളികളെല്ലാം പുറത്ത് മറ്റു ജോലിക്ക് പോയാണ് ജീവിതം കഴിച്ചുകൂട്ടുന്നത്. ഫാക്ടറികൾ പൊളിക്കുമ്പോൾ പഴയകാല ഓർമ്മകൾ ചികഞ്ഞെടുക്കുകയാണ് തൊഴിലാളി കുടുംബങ്ങൾ. ഓർമ്മയിൽ ഈ എസ്റ്റേറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരുന്ന എസ്റ്റേറ്റാണ്. ഇതൊക്കെ ഇങ്ങനെ തകർന്നു പോയതിൽ ഇത് 3 ഡിവിഷനായിട്ട്, ഇതിപ്പോൾ 1-ാം ഡിവിഷനായിരുന്നു. ഇന്നിപ്പോൾ അപ്പുറത്ത് 3 ഡിവിഷനുണ്ട്. ഉപ്പുതറ ഭാഗത്ത് 3-ാം ഡിവിഷൻ, കുറച്ച് അപ്പുറത്തോട്ട് പോയ 2-ാം ഡിവിഷൻ. അവിടെ ഒരു ഫാക്ടറി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം 2 ഫാക്ടറിയേ ഉള്ളൂ. ഇതാണ് 2ാമത്തെ ഫാക്ടറി. ആദ്യത്തെ ഫാക്ടറി 2-ാം ഡിവിഷനിലെ ഫാക്ടറി ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പൊളിച്ചതിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി എസ്റ്റേറ്റ്, ഇനിയിപ്പോൾ എസ്റ്റേറ്റ് വേറെ ആരും ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഈ എസ്റ്റേറ്റ് ജോലി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം പുറത്ത് പോയാണ് ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും. ഡിസംബർ 13-ന് തുക നൽകാമെന്നാണ് തോട്ടമുടമ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഇതിന്റെ പ്രതീക്ഷയിലാണ് തോട്ടം തൊഴിലാളികളും. 2000-ൽ തോട്ടം ഉപേക്ഷിച്ച് ഉടമ മലയിറങ്ങുമ്പോൾ 1300 സ്ഥിരം തൊഴിലാളികളും അത്ര തന്നെ താൽക്കാലിക തൊഴിലാളികളും 33 ഓഫീസ് ജീവനക്കാരുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഗ്രാറ്റുവിറ്റി, ബോണസ് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകാതെയാണ് ഉടമ തോട്ടം ഉപേക്ഷിച്ചു പോയത്. നിലവിൽ സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികൾക്കായി തോട്ടം പ്ലോട്ടുകളായി വീതിച്ചു നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊളുന്തുനുള്ളി ജീവിതം മുമ്പോട്ട് നയിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ജനം, ഇടുക്കി.